Hey guys, welcome back to my channel. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബറേറ്റർ വണ്ടിയുടെ കരിഷ്മയുടെ കാർബറേറ്റർ ചെറിയൊരു വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ കാർബറേറ്റർ നമ്മൾ അതിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഓവർഫ്ലോ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ അതിൻ്റെ വാക്വം പിസ്റ്റണൊക്കെ ഉള്ളിൽ ഉണ്ട്, അവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ വാക്വം പിസ്റ്റണൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ അതിൻ്റെ പിസ്റ്റണൊക്കെ പോയി വാങ്ങിക്കണം. പിന്നെ ആക്സിലേറ്റർ കേബിൾ വാങ്ങിക്കണം. കഴിച്ചു പറഞ്ഞിട്ടേക്കാണ്. അപ്പോൾ മീറ്റർ റെഡി ആക്കിയിട്ടുണ്ട്, മീറ്ററിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഫെയ്ഡ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കൊണ്ടുപോയി കൊടുക്കാം. കേസ് അങ്ങനെ കാർബറേറ്റർ നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അഴിച്ചിട്ട് വേണം ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഞാനൊരു മെക്കാനിക്കല്ല, നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അഡ്വഞ്ചർ ഓഫ് റോഡ് വീഡിയോ ഒക്കെയാണ് ചാനൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൂറിങ്ങിനൊക്കെ ഇട്ട് ഒരു കരിസ്മ എടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ റീസ്റ്റോറും വർക്കുകളൊക്കെ ഉണ്ട് കാണിക്കുന്നത്. അതേ വാക്വം പിസ്റ്റൺ മൊത്തം തേഞ്ഞ് അതിൻ്റെ അടപ്പിളകി പോയിട്ടുണ്ട്, ഏകദേശം പരിപ്പിളകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 680 രൂപയാണ് MRP ആണത്. 580 രൂപ ഒക്കെ ആയിട്ടുണ്ട് റേറ്റ്. അപ്പോൾ പുതിയ സ്റ്റോക്ക് റേറ്റ് കൂടുമെന്ന് പറഞ്ഞാൽ ഇത് പഴയതവിടെ ഇരുന്നായിരുന്നാണ്. അപ്പോൾ നമ്മുടെ കാർബറേറ്റർ സാധനങ്ങളൊക്കെ മൊത്തത്തിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതതിൻ്റെ ഫ്ലോട്ടിംഗ് ആണ് ഈ കാണുന്നത്. ഓവർഫ്ലോൻ്റെ ഒക്കെ വരുന്ന സാധനം തോന്നണം. എന്താ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഓവർഫ്ലോ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീഡിലൊക്കെ ശരിയാക്കണം. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് പുള്ളി അത് കംപ്രസറിൽ നിന്ന് എയർ അടിച്ച് അതിൻ്റെ മൊത്തത്തിൽ പൊടിയൊക്കെ കളയണ്ട കേട്ടോ. മറ്റേ ജെറ്റ്, സ്ലോ സ്പീഡ് ജെറ്റ്, ഇത് മെയിൻ ജെറ്റാന്ന് തോന്നുന്നു. സ്ലോ സ്പീഡ് ജെറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ജെറ്റുകളൊക്കെ എയർ അടിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇടണത്. പിന്നെ എന്താ അത് അതിൻ്റെ ഫിറ്റിംഗ് പണി തുടങ്ങണം. അതിന് അത് കാണിച്ചു തരാം എന്തൊക്കെ ഫിറ്റ് ചെയ്യണേ കേട്ടോ. പിന്നെ കരിസ്മ റീസ്റ്റോറേഷൻ്റെ 2-3 വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ വീഡിയോ റീസ്റ്റോറേഷൻ്റെ. അപ്പോൾ അതൊക്കെ കാണാത്തതുകൊണ്ട് പോയി കണ്ടിട്ട് വരാം. അതിനകത്ത് കുറച്ച് സ്പെയർ പാർട്സിൻ്റെ റേറ്റൊക്കെ, പുതിയ ടൈപ്പിൻ്റെയൊക്കെ റേറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മെയിൻ ജെറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ സ്ലോ ജെറ്റ് ഫിറ്റ് ചെയ്യുന്നത് അടുത്ത് തന്നെ. ഇതിപ്പോൾ അടിഭാഗമാണ് കാർബറേറ്ററിൻ്റെ. അടിയിലേത് കാണാൻ അതിൻ്റെ ഡ്രെയിൻ നെട്ടാണ് അടിയിലുള്ളത്. അപ്പോൾ നമ്മൾ പെട്രോൾ ഊറ്റണ നെറ്റ്. ആദ്യം നമ്മൾ അടിഭാഗം ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മുകളിലാണ് വാക്വം പിസ്റ്റൺ വരുന്നത്. ഞങ്ങളുടെ അടിയിൽ 4 സ്ക്രൂ ഉണ്ട്. ഇത് പഴയ വാക്വം പിസ്റ്റൺ, പുതിയത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കാർബറേറ്ററിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വയ്ക്കണം, ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. ഇനി ഓരോ ഭാഗങ്ങൾ എടുക്കുമ്പോഴും, ഓരോ സ്പെയർ എടുക്കുന്നവരും പുള്ളി കംപ്രസറിൽ നിന്ന് എയർ അടിച്ച് പൊടിയൊക്കെ കണ്ടിട്ടാണ് വയ്ക്കണേ. ഇനിയിപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ടോപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് ഇട്ടിട്ട് വേണം. ആ സ്പ്രിങ്ങിലാണ് വാക്ക് സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ അടിച്ചടിച്ച് എയർ വലിക്കനുസരിച്ച് അടിക്കടിക്കുന്നത്. ആ സ്പ്രിങ്ങിൻ്റെ ബലത്തിലാണ്. ഇനി ടോപ്പിൽ 2 സ്ക്രൂ ഉണ്ട് ടോപ്പ് കവറിന്. ഇതിൽ ടൈറ്റ് ചെയ്ത് നമ്മുടെ കാർബറേറ്ററിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വലിയ പണിയൊന്നും ഉണ്ടായില്ല. ആ ഒരു ഓവർഫ്ലോണ്ട് നീഡിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നീഡിൽ വലിയ കുഴപ്പമില്ല, തൽക്കാലം ഇട്ട് ഓടിക്കാം. പിന്നെ ഈ വാക്വം പിസ്റ്റണാണ് മെയിനായിട്ട് പോയായിരുന്നത്. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി, വണ്ടി ഇരിക്കുന്ന വീട്ടിലാണ് കേട്ടോ. ഞാൻ വർക്ക്ഷോപ്പിൽ എൻജിൻ പണിയൊക്കെ കഴിഞ്ഞിട്ട്, എൻജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡിൻ്റെ പണി കുറച്ചുണ്ടായിരുന്നു. ഹെഡ്, വാൽവ്, സീറ്റിങ്, ടൈമിങ് ചെയ്യും മാറ്റൽ, അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടി വീട്ടിൽ കൊണ്ടുപോയി. അതിന് മുമ്പ് പെയിൻ്റ് അടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ നേരെ പെയിൻ്റ് അടിക്കാൻ കൂട്ടിയിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയത്. ഇനി നമുക്ക് ഈ സാധനം കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വണ്ടിയും ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ കാർബറേറ്റർ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സർവീസൊക്കെ ചെയ്ത് ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ഫിറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇവിടെ ചോക്കിൻ്റെ സെല്ലിലെ കണക്ഷൻ ഉണ്ടാകും, കൊടുക്കണം. നമുക്കതാണ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പാനർ വെച്ച് ടൈറ്റായി കൊടുക്കണം.
അപ്പോൾ അത് ഓക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ കയറ്റിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള നല്ല കണക്ഷൻ പറഞ്ഞുണ്ട്. ഇതേ ത്രോട്ടിൽ പൊസിഷൻ സെൻസറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ മറക്കരുത്. ടോപ്പിലോട്ടുള്ളൊരു ഹോസ് ഉണ്ട്, അതുപോലെ 1-2 ഹോസുകളുണ്ട്, അതാണ് കണക്ഷൻ കൊടുക്കണം മറക്കാതെ. അപ്പോൾ കേസ് നമ്മൾ വണ്ടിയിൽ കാർബറേറ്ററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ആക്സിലേറ്റർ കേബിൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ കേസ് നമ്മുടെ കരിസ്മാറിൻ്റെ ആക്സിലേറ്റർ കേബിൾ മാറ്റാണ്. ഇത് സ്റ്റോക്ക് കമ്പനി ഒറിജിനൽ വരുന്നത് ഡബിൾ ആക്സിലേറ്റർ കേബിളാണ്. അതായത് ഈ ത്രോട്ടിൽമേന്ന് 2 കേബിൾ ഉണ്ടോ, സെപ്പറേറ്റ് 2 കേബിളാണ് വരുന്നത്, എയും ബിയും. ക്ലോക്ക് ആൻഡ് ആൻറ്റി ക്ലോക്ക് രീതിയിലാണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. നമുക്കതിപ്പോൾ 2 ഉപയോഗിക്കുന്നില്ല, സിംഗിളായിട്ട് ഇടാൻ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് ഹീറോഹണ്ടിൻ്റെ കേബിൾ പറഞ്ഞാൽ മഞ്ചേക്കാണ്. ഹണ്ട് അല്ലെങ്കിൽ CBC എക്സ്ട്രീമിൻ്റെയും സെയിമാന്ന് തോന്നുന്നു. നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം സിംഗിളായിട്ട്. ഡബിൾ കേബിൾ എന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങാണ്. അതായത് ആക്സിലേറ്റർ സ്മൂത്താക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയൊന്നുമാണ്. വേറെ ഗുണമുണ്ടൊന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് സിംഗിൾ കേബിൾ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. കേബിളിൻ്റെ റേറ്റ് വരുന്നത് 85 രൂപയാണ്. ഞാൻ ഇതിനു മുമ്പുള്ള സ്പെയർ പാർട്സിൻ്റെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്ത പോയി കണ്ടിട്ട് വരാം. എന്തായാലും ആക്സിലേറ്റർ മാറ്റുന്നതിൻ്റെ കൂടെ നമ്മൾ ത്രോട്ടിലൂടെ മാറ്റാണ്. ത്രോട്ടിൻ്റെ ഔട്ടറാണത്. ഇത് ഒറിജിനൽ നമ്മൾ വാങ്ങിച്ചിട്ട് 60 രൂപ 2 ഗ്രിപ്പിന്. അപ്പോൾ നമുക്ക് ഇത് അടിക്കാൻ അടിയിൽ 2 സ്ക്രൂ ഉണ്ട് ഇതിൻ്റെ ത്രോട്ടിൽ, അത് അഴിക്കാം. അത് അഴിച്ചെടുക്കുകയാണ്. കേബിൾ ഊരിയെടുക്കാം. ഇനി 2 കേബിൾ വഴി അഴിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരു കേബിൾ ഊരിയെടുക്കുകയാണ്. ഒരു കേബിൾ ഊരിക്കളഞ്ഞ് അടുത്ത കേബിൾ ഊരിക്കളഞ്ഞിട്ട് പുതിയ കേബിളൊക്കെ ടൈറ്റായിട്ടിരിക്കുകയാണ്. കേബിൾ ഇങ്ങനെ ഡാമേജ് ആയിരിക്കുകയാണ്. എൻ്റെ പുതിയ കേബിൾ എടുക്കാം നമുക്ക്. ഒരു കേബിൾ എടുത്ത് ഇതിനകത്ത് കയറുമോ നോക്കണം. ഈ സാധനം അഴിച്ചാൽ അത് പോരുള്ളൂ. നല്ല ടൈറ്റായിരുന്നേ. ഒന്നും ജന്മത്തെ അഴിച്ചുള്ളതെന്ന് കേട്ടോ. അതുമാതിരി വണ്ടിയുടെ വെയിറ്റാണ് വൈബ്രേഷൻ കുറയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ത്രോട്ടിൽ ഫിറ്റ് ചെയ്യാം. എന്താണ് കയറ്റാം. കേബിള് ഇങ്ങനെ കയറ്റിയിടാം. ഇനി നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ അതെ ആക്സിലേറ്റർ കേബിള് സിംഗിളാക്കി വലിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ഇനി നമ്മളിത് ഇതിലേക്ക് ഫിറ്റ് ചെയ്താൽ മതി. കാർബറേറ്ററിലോട്ട് ഫിറ്റ് ചെയ്താൽ മതി. ഇനി ഓക്കെ, കാർബറേറ്റർ ത്രോട്ടിൽ കറക്റ്റായിട്ട്. അപ്പോൾ കേസ് നമ്മൾ കാർബറേറ്ററും ആക്സിലേറ്ററും കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സെൽഫ് അടിച്ച് നോക്കട്ടെ. ആഹാ ഓക്കെ. പെർഫെക്റ്റ് ആയതുകൊണ്ട് ഐഡിയൽ സ്പീഡ് കറക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ ഇതാണ്. അപ്പോൾ ഇനി അടുത്തത് ഫുൾ റീസ്റ്റോറേഷൻ വർക്കായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.